ഈ മീൻ വറക്കുമ്പോഴുണ്ടല്ലോ എപ്പോഴും ഈ മുളകും ഉപ്പും പുളിയും ഒന്നും അല്ലാണ്ട് ഒരു വെറൈറ്റി പിടിക്കണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാല നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് ബ്രാലാണ് മീൻ. അപ്പോൾ മീൻ ഞങ്ങൾക്ക് ഇങ്ങനെ ടൗണിൽ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. ബ്രാല് സാധാരണ മഴക്കാലത്ത് പുഴയിൽ നിന്നൊക്കെ കയറി വന്നിട്ട് പാടത്തൊന്ന് ഇവർ പിടിക്കണതാണ്. ഇവർ പിടിച്ചിട്ട് ഇവർ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കും. പക്ഷേ അവർ അത്ര പ്രൊഫഷണൽ മീൻ വിൽക്കണ ആൾക്കാരൊന്നും അല്ല തോന്നുന്നു. അവർക്ക് അങ്ങനെ നന്നാക്കാനും പിടിക്കാനൊന്നും വലിയ ക്യാമത്തിൽ അറിയണമൊന്നുമില്ല. ഭയങ്കര സ്ലോ ആണ്. പിന്നെ എനിക്കത് തൃപ്തിയായില്ല. അപ്പോൾ ഞങ്ങൾ മുഴുവൻ വൃത്തിയാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ശരിയാക്കി കൊണ്ട് പറഞ്ഞു. അങ്ങനെ അവർ കട്ട് ചെയ്യുകയൊന്നും ചെയ്തില്ല. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ നന്നായി കല്ലുമിട്ടിട്ട് വെണ്ണീറിട്ട് ഉരച്ച് അതിൻ്റെ വഴുപ്പൊക്കെ കളഞ്ഞ്. ബ്രാലിന് നല്ല വഴുപ്പാണ്. എന്നിട്ട് എനിക്ക് കട്ട് ചെയ്തിട്ട് ഒരു തൃപ്തി തോന്നാനിട്ട് ഞാൻ വീണ്ടും ഉപ്പിട്ടിട്ട് വിനീഗറും ഇട്ടിട്ട് നന്നായിട്ട് കഴുകുകയാണ്. അപ്പോഴാണ് അതിൻ്റെ മുഴുവനും വഴുപ്പ് പോയിട്ട് നല്ല ഇതായത്. ഫ്രഷാണ് മീൻ. എന്താ വെച്ചാൽ ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ലൈവായിട്ട് കൊന്നു തന്നതാണല്ലോ. അപ്പോൾ നല്ല ഫ്രഷ് മീൻ തന്നെയാണ്. സാധാരണ നമുക്കിങ്ങനെ കിട്ടുകയില്ല കേട്ടോ. നമ്മൾ എന്നും ചത്ത മീനിനെ കൊണ്ടുവന്നിട്ട് കറി വെക്കലും വറക്കലും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നല്ല ഫ്രഷായി കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. കട്ട് ചെയ്യുമ്പോഴൊക്കെ തൊലിയൊന്നും പോവാതെ നമുക്ക് ആ ഫ്രഷ് കട്ട് ചെയ്യേണ്ട വ്യത്യാസം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ മീനിനെ കിട്ടുമ്പോഴൊക്കെ വാങ്ങിയിട്ട് കഴിക്കണം കേട്ടോ. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. മറ്റേത് നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതൊക്കെ അത്രയും വിഷം ഇട്ടിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ അറപ്പൊന്നും തോന്നണ്ട. ഇത് നല്ല മീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി മസാല തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു 7 ചെറിയ ഉള്ളി, ഒരു 7 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മൾക്ക് ഒരു നാരങ്ങയാണ്. നാരങ്ങയ്ക്ക് പകരം വിനീഗർ ചേർക്കാം. ഞാനിവിടെ നാരങ്ങയാണ് കേട്ടോ ചേർക്കണത്. പിന്നെ ഇതാ പൊടികളായിട്ട് കാശ്മീരി ചില്ലി, മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ഉപയോഗിക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി എടുക്കണേ. കുരുമുളക് പൊടി ഇല്ലാത്തവർക്ക് കുരുമുളക് മുഴുവനായിട്ട് എടുക്കാം. മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം പറയണ പോലെ പൊടിയില്ലാത്തവർക്ക് പെരിഞ്ചീരകം എടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും. ഇത്രയും മതി നമുക്ക് മസാലയ്ക്ക്. ഇനി ഇത് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ അരവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരവിൽ നമ്മൾ ചേർക്കാത്തൊരു സാധനം കൂടി ചേർക്കാനുണ്ട്. നമ്മൾ നാരങ്ങ മാറ്റി വെച്ചിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ മീനിനെ ഓരോന്നായിട്ട് ഇതിലിട്ടിട്ട് നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം. നമ്മൾ സ്പൂൺ കൊണ്ട് ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ കൈ കൊണ്ട് തന്നെ മസാല പറ്റിയാലാണ് അതിൽ കറക്റ്റ് മസാല പിടിക്കുള്ളൂ. പിന്നെ എരിവിൻ്റെ പ്രോബ്ലം കൈ നീർന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ട് ചെയ്യാം. കുരുമുളകൊക്കെ ചേർത്തതല്ലേ. എരിവ് തീരെ ഇല്ലായൊന്നുമില്ല. എന്നാൽ കൂടുതൽ എരിവില്ല ഇനി കേട്ടോ. ഞാനൊരു പാകത്തിനെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പരത്തിയിട്ട് ഒന്നില്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിനെ മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കുക തന്നെ വേണം. അതിനുശേഷം നല്ല വെളിച്ചെണ്ണയിലാട്ടോ ഞാൻ വറക്കണത്. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് മാത്രം. അതിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായി മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളുടെ മീൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ മൊബൈലാണ്. അത് കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ തട്ടിയിടണത് കേട്ടോ. കണ്ടോ, നല്ലോണം മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മൊരിയ പറഞ്ഞാൽ പുറം വശം മൊരിഞ്ഞിട്ടും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാനിത് ഒരു ഓവർനൈറ്റ് വെച്ചിട്ടാണ് വറക്കണത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉപ്പും എരിവൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷ് തന്നെയാണ് കേട്ടോ. ഈ മസാല എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റി ആവും, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്രാല് വറുത്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.